നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കനത്ത മഴയിൽ അടിമാലിയിൽ വൻ നാശനഷ്ടം. വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. ഉപ്പുതറ കാക്കത്തോട്ടിൽ തൂക്കുകമ്പവേലി ചാർജ് ചെയ്തത് പ്രഹസനമാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തി. മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ് എഴുതിയ മുല്ലപ്പെരിയാർ ഡാം 999+999 എന്ന പുസ്തകം PG ജോസഫ് MLA പ്രകാശനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുറുവാക്കയം അംഗൻവാടി എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, PG ജോസഫ് MLA എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ പോലീസ് ഘടനയിൽ മാറ്റം അനിവാര്യമാണെന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ പ്രതിനിധികൾ പറഞ്ഞു. കൺവെൻഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ഭാവി പോലീസ് രൂപരേഖയിലും ചർച്ചയിലുമാണ് പോലീസ് നവീകരണം സംബന്ധിച്ച് ഗൗരവകരമായ ചർച്ചയ്ക്ക് വേദിയായത്. 1,00,000 ജനങ്ങൾക്ക് 177 പേർ മാത്രം കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുള്ളപ്പോൾ അരുണാചൽ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് 1000-ന് മുകളിലാണെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. തൊടുപുഴയിൽ നടന്ന സംസ്ഥാന കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമെന്ന പ്രത്യേകതയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് അതിനകത്ത് മുഖം നോക്കാതെയുള്ള നടപടി, കർക്കശ നടപടി പോലീസ് സ്വീകരിക്കാറുണ്ട്. ഇതിൽ വർഗീയ സംഘർഷമില്ലാത്തത്. വർഗീയ സംഘർഷമില്ലാതിരുന്ന നാടല്ല ഇത്. ഇവിടെ നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട് പൂർണ്ണമായ വർഗീയ സംഘർഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നു. അതിനിടയാക്കിയത് സ്തുത്യർഹമായ പോലീസിന്റെ ഇടപെടൽ തന്നെയാണ്. ഒന്നും കാത്തു നിൽക്കേണ്ടതില്ല. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ശക്തമായി ഇടപെടാൻ അത് ഇന്ന വർഗീയ ശക്തിയാണ്. അവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കേണ്ടവരാണ്. അവരെ തൊടാൻ പാടില്ല എന്ന നിലപാട് വന്നാൽ പിന്നെ കാര്യം തീർന്നു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നാട്, ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത നാട്. അത്തരമൊരു നാട്ടിൽ ആരും സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കും? അതില് ഇതുപോലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ കേരളത്തിലെ പോലീസ് സേന വഹിച്ച പങ്ക് വലുതാണ്. സ്വാഭാവികമായും നല്ല രീതിയിൽ നിങ്ങൾക്കതിൽ അഭിമാനിക്കാം. പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് A. സുധീർ ഖാൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ P പ്രസാദ്, റോഷി അഗസ്റ്റിൻ, PJ ജോസഫ് MLA, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGPമാരായ P വിജയൻ, H വെങ്കടേഷ്, എറണാകുളം റേഞ്ച് IG സതീഷ് ബിനോ, എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഞ്ജു V കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി MM അജിത് കുമാർ, ജില്ലാ സെക്രട്ടറി EG മനോജ് കുമാർ,
ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ GP അഭിജിത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 1 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. K. മുകുന്ദൻ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ശമ്പള പരിഷ്കരണത്തിനായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജൂലൈ 1 സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണ നടപടികൾ അട്ടിമറിക്കുന്ന നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും അടിയന്തരമായ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കണമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K. മുകുന്ദൻ പറഞ്ഞു. കുടിശ്ശികകളില്ലാത്ത DA എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ്. നമുക്കാകെ പ്രതീക്ഷയുള്ളത്, ആകെയുള്ള ഒരു പ്രതീക്ഷ, ഒരേ ഒരു പ്രതീക്ഷ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്നേ വരെ ഇതിനു മുമ്പ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടത്തിയത് വരെയും കേരളത്തിലെ ഒരു ജീവനക്കാരുടെയും ഒരാനുകൂല്യവും നൽകാതെ പടിയിറങ്ങിയിട്ടില്ല എന്നുള്ള ചരിത്രത്തിൽ മാത്രമേ ഇനി നമുക്ക് വിശ്വാസമുള്ളൂ. അതിന് മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ. കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. നമ്മളത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അന്ന് വലിയ ആക്ഷേപങ്ങൾ ഇവിടെ ഉയർന്നു. വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധർ, വലതുപക്ഷ മാധ്യമങ്ങൾ ഈ കോവിഡ് കാലത്ത്, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയത് വലിയ ബാധ്യതയാണെന്ന് വലിയ തോതിൽ പ്രചരണം നടത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഒരു ബാധ്യതയായി കരുതുന്ന ഗവൺമെന്റ് അല്ല ഇവിടെ ഭരിക്കുന്നത് എന്നാണ്. കേരളം ഇന്ന് കാണുന്ന കേരളമായത്, കേരളം ഈ കോവിഡിന്റെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്, ഈ പ്രളയ സാഹചര്യങ്ങളെ അതിജീവിച്ചതൊക്കെ ഈ സിവിൽ സർവീസിന്റെ കരുത്തിലാണ്. അതുകൊണ്ട് ഈ സിവിൽ സർവീസിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ അർഹമായ പരിഷ്കരണം നടപ്പിലാക്കിയത് ഒരു ബാധ്യതയായി കരുതാൻ കഴിയുന്ന ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അല്പമെങ്കിലും. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R. ബിജുമോൻ സ്വാഗതം ആശംസിച്ചു. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദു രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SKM ബഷീർ, KV സാജൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PT ഉണ്ണി, S. സുകുമാരൻ, VM ഷൗക്കത്ത് അലി, CG അജിഷ, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി PS ചിന്താമോൾ, പ്രസിഡന്റ് രാജ്മോൾ MK എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി NK സജൻ കൺവെൻഷന് നന്ദി പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അടിമാലി അമ്പലപ്പടി മണലേൽ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന് വലിയ ഗർത്തം ഉണ്ടായിട്ടുള്ളത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികളും നശിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടിമാലി അമ്പലപ്പടിയിൽ വീടിൻ്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മണലെ ഷാജിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്ന വലിയ ഗർത്തമുണ്ടായിട്ടുള്ളത്. 13 കോൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞു പോയത്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികൾ നശിച്ചു. 75 വർഷത്തോളം പഴക്കമുള്ള കിണറാണ് ഈ കാലവർഷക്കെടുതിയിൽ ഇല്ലാതായത്. കിണർ ഇടിഞ്ഞു താഴ്ന്ന പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി. മൺതിട്ട ഇടിഞ്ഞ് റോഡരികിലേക്ക് എത്തുകയായിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോരക്കടയും മണ്ണിനൊപ്പം നിരങ്ങി റോഡിലേക്കെത്തി. വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പമ്പാറയ്ക്ക് സമീപവും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതാണ് പ്രതിസന്ധിയായിട്ടുള്ളത്. ഇതിന് മുകൾ ഭാഗത്തുള്ള 2 വീടുകൾ അപകടാവസ്ഥയിലാണ്. കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാടിന് സമീപം വലിയ ഉണക്കമരം റോഡിലേക്ക് പതിച്ചു. തലനാരിഴയ്ക്കാണ് വാഹനയാത്രികർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉപ്പുതറ കാക്കത്തോട്ടിൽ തൂക്കുകമ്പിവേലി ചാർജ് ചെയ്തത് പ്രഹസനമാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തി. കാക്കത്തോട് മണ്ണഞ്ചേരിയിൽ ജോണി ജോസഫ്, MO ഇമാനുവൽ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് കാട്ടാന നാശം വിതച്ചത്. ജോണി ജോസഫിന്റെ മുറ്റത്ത് വരെ കാട്ടാന എത്തി.
കാക്കത്തോട്ടിലെ കർഷകരുടെ ജീവന സ്വത്തിന് ഭീഷണിയായിട്ടും വനംവകുപ്പ് വ്യാജ വാഗ്ദാനം നൽകി കർഷകരെ വഞ്ചിക്കുകയാണെന്ന് ആരോപണമുയരുന്നു. ഉപ്പുതറ കാക്കത്തോട്ടത്തിൽ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കാട്ടാന നാട്ടിലിറങ്ങി കൃഷി ദേഹദണ്ഡങ്ങൾ നശിപ്പിച്ചു. 2 കർഷകരുടെ കൃഷി ദേഹദണ്ഡങ്ങളാണ് നശിപ്പിച്ചത്. നീറിയാങ്കം ജയന്റെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന ജോണി ജോസഫിന്റെ പറമ്പിലെത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന വാഴ, തെങ്ങ്, കമുക്, കുരുമുളക്, കപ്പ എന്നിവയെല്ലാം നശിപ്പിച്ചു. തുടർന്നാണ് ജോണിയുടെ വീട് മുറ്റത്ത് കൂടി ഇമ്മാനുവലിന്റെ കൃഷിയിടത്തിലെത്തി വാഴയും കുരുമുളക് ചെടിയും നശിപ്പിച്ചത്. നായ്ക്കളുടെ കുരകേട്ട് ഉണർന്ന ജോണി കാട്ടാന ഇമ്മാനുവലിന്റെ പറമ്പിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഓലപ്പടക്കം എടുത്ത് പൊട്ടിച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 2 ആഴ്ച മുമ്പ് തൂക്ക് സോളാർ വേലി ചാർജ് ചെയ്തത്. ദിവസങ്ങൾക്കുള്ളിൽ തൂക്കുവേലി കെട്ടിയിട്ട് സ്വകാര്യ വ്യക്തി ചാർജ് നഷ്ടപ്പെടുത്തിയിരുന്നു. ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് കർഷകർ ആവശ്യം ഉന്നയിച്ചതാണ്. എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല. ഇതിനുശേഷം വേലിയിലൂടെ വൈദ്യുതി പ്രവഹിച്ചിട്ടില്ല. ഇതാണ് വൈദ്യുതി വേലി കടന്ന് കാട്ടാന കൃഷിയിടത്തിലെത്തി നാശം വിതച്ചത്. ഒരിക്കൽ പോലും കാട്ടാന കയറാത്ത ഭൂമിയിലാണ് കാട്ടാന എത്തിയത്. നിബിഡ വനത്തിൽ നിന്നും തേക്കിൻ കൂപ്പ് കടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തി നാശം വിതച്ചത്. വനം വകുപ്പ് ഓഫീസിന് തൊട്ടടുത്താണ് കാട്ടാന നാശം വിതയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ ആദരിച്ചു. മെറിറ്റ് ഡേയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് നിർവഹിച്ചു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ വിദ്യാർത്ഥിനികളെ മൊമന്റോ നൽകി ആദരിച്ചു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയത്തോടൊപ്പം ഏറ്റവും കൂടുതൽ A+ നേടി ഇടുക്കി ജില്ലയിലും തൊടുപുഴ സബ് ജില്ലയിലും കോതമംഗലം കോർപ്പറേറ്റിലും 1ാം സ്ഥാനം നേടി സ്കൂളിന്റെ പ്രശസ്തി ഉയർത്തിയ മുതലക്കോടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിലെ മിടുക്കികളെ ആദരിക്കുന്നതിനായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. അതോടൊപ്പം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടത്തി. ചടങ്ങിൽ കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഡയറക്ടർ റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ A+ ജേതാക്കളെ അനുമോദിക്കുകയും ജീവിതത്തിൽ മുഴുവൻ മെറിറ്റ് ഉള്ളവരായി നാടിനും വീടിനും നന്മ ചെയ്യുന്നവരാകണമെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. 23 ഹൈസ്കൂളുകളാണ് കോതമംഗലം ജില്ലയിൽ ഉള്ളത്. ഏതാണ്ട് 19,000-ഓളം കുട്ടികൾ 23 ഹൈസ്കൂളുകളിലായിട്ട് പരീക്ഷ എഴുതുകയുണ്ടായി. ഈ പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്നും ഇടുക്കി ജില്ലയിലും കോതമംഗലം രൂപതയിലും ഏറ്റവും മികവാർന്ന വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് വളരെ വലിയ കാര്യം. നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്തത്. അല്പം മുമ്പ് തന്നെ സാറ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, മുതലക്കോടം ഗേൾസ് സ്കൂളിന്റെ പേര് മിക്കവാറും എല്ലാ പരിപാടികളും കഴിയുമ്പോൾ പത്രത്തിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ സ്ഥാനം പിടിക്കാറുണ്ട്. അതിനുള്ള എല്ലാത്തിനും നിങ്ങൾ ഒരുമിച്ച് അഭിനന്ദിക്കുകയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. 171 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി 66 പേർക്കാണ് ഏറ്റവും കൂടുതൽ A+ ഈ സ്കൂളിൽ നിന്ന് നേടാൻ സാധിച്ചത്. ഈശ്വര പ്രാർത്ഥനയിൽ ഇവിടെ ആലപിക്കപ്പെട്ടു, ചിന്തയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ നോക്കണേ. ഞാനത് ചിന്തിക്കുമായിരുന്നു. അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും ചിന്തയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സേക്രഡ് ഗേൾസ് ഹൈസ്കൂൾ 100% വിജയം നേടുന്നതും A+ നേടുന്നതും പുതുമയൊന്നുമല്ല. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ സകല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് രൂപതയിലും ഇടുക്കി ജില്ലയിലും 1ാം സ്ഥാനം നേടി എന്നുള്ളതാണ്. അത് തികച്ചും അഭിമാനകരമായ കാര്യമാണ്. തൊടുപുഴ DEO ഷീബ മുഹമ്മദ്, സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ആരോളിച്ചാലിൽ, വാർഡ് കൗൺസിലർ ഷഹന ജാഫർ, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഡോൺ കാരക്കുന്നേൽ, സ്റ്റാഫ് സെക്രട്ടറി മരിയൻ ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനി എം കുര്യൻ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ജെബിൻ ജോസ് ജോൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി. മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ് എഴുതിയ മുല്ലപ്പെരിയാർ ഡാം 999+999 എന്ന പുസ്തകം
പി.ജി. ജോസഫ് MLA പ്രകാശനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, ബേബി ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിക്ക് പുസ്തകത്തിന്റെ കോപ്പി നൽകിക്കൊണ്ട് പുസ്തക ചർച്ചയും സംവാദവും സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ് എഴുതിയ മുല്ലപ്പെരിയാർ ഡാം 999+999 എന്ന പുസ്തകം തൊടുപുഴ MLA മുൻ മന്ത്രിയുമായിരുന്ന P.J. ജോസഫിന്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹം പ്രകാശനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, ബേബി ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. തീർച്ചയായും മുല്ലപ്പെരിയാർ 999+999 എന്ന പുസ്തകം അത് ആളുകളിലേക്ക് അതിൻ്റെ ഒരു ആശങ്കയും അതിൻ്റെ ഒരു പ്രാധാന്യവും ഒക്കെ വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏറ്റവും ഉചിതമായ സമയത്തും അത് പ്രകാശനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ആള് ജോസഫ് സാറും എന്ന നിലയ്ക്ക് ഈ പുസ്തകം അതിന് ഇന്ന് പ്രകാശനം ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഇതിൻ്റെ ഒരു സാധ്യത, നമ്മുടെ ഈ ഒരു മേഖലയുണ്ടാകുന്ന അപകട സാധ്യത അത് തിരിച്ചറിയാനും അതിനുവേണ്ടി കൂടുതൽ ആളുകളെ രംഗത്തേക്ക് വരുത്താനും ഒക്കെ ഇതൊരു തുടക്കമാവട്ടെ എന്നും ഇതിന് ഈ പുസ്തകം രചിച്ച പ്രിയപ്പെട്ട റോയ് സാറിനും അദ്ദേഹത്തോടൊപ്പം ഈ സമരത്തിലും എല്ലാം പങ്കുചേർന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ടുതാഴെ താമസിക്കുന്ന മുരുകേശൻ, ഷാജി, വണ്ടിപ്പെരിയാർ നിവാസികളും വണ്ടിപ്പെരിയാർ മുല്ലപ്പെരിയാർ സമരത്തിലെ സജീവ പങ്കാളിയുമായിരുന്ന PR അയ്യപ്പൻ, ലാലു PV, VR രാധാകൃഷ്ണൻ, കരിക്കുളം ചപ്പാത്തിലെ മുല്ലപ്പെരിയാർ സമരസമിതി പ്രവർത്തകരായ KK വിശുംബരൻ, അൻപയ്യൻ, KV ഷൺമുഖൻ, MR വർഗീസ്, ജ്ഞാനപ്പൻ, വൈപ്പിലിലെ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുറുവാക്കയം അംഗൻവാടി പഴകി ദ്രവിച്ച് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തി വാങ്ങി നൽകിയ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് കെട്ടിടം പണിത് അംഗൻവാടി പ്രവർത്തനം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിലവിൽ അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയായതിനാൽ കുട്ടികളെ അംഗൻവാടിയിൽ വിടാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. സ്വകാര്യ വ്യക്തി വാങ്ങി നൽകിയ സ്ഥലത്ത് യാതൊരുവിധ നിർമ്മാണവും നടത്താൻ 2 വർഷം പിന്നിട്ടിട്ടും വെള്ളിയാമറ്റം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം വ്യവസായ കേന്ദ്രത്തിന്റെ സുരക്ഷിതമല്ലാത്ത കോമ്പൗണ്ടിലാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാട് മൂടിക്കിടക്കുന്ന 1.5 ഏക്കറോളം വരുന്ന ഈ വ്യവസായ കേന്ദ്രത്തിന്റെ കുളം ഉൾപ്പെടെയുള്ള സ്ഥലം ഉപദ്രവകാരികളായ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ദീർഘനാൾ വ്യവസായങ്ങളൊന്നുമില്ലാതെ അടഞ്ഞുകിടന്ന ഈ സ്ഥലം സമീപകാലത്ത് ഇളന്തേച്ചം ബ്ലോക്ക് പഞ്ചായത്ത് 3 വ്യവസായ ലീസിന് നൽകി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമായതിനാൽ സമീപവാസികൾ പോലും കുട്ടികളെ ഇവിടെ ചേർക്കുന്നില്ല. അംഗൻവാടിയിൽ 12ഓളം കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും കാട് മൂടിക്കിടക്കുന്നതുകൊണ്ട് കുട്ടികളെ ഇവിടേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് ഭയമാണെന്നും പ്രദേശവാസി പറയുന്നു. കെട്ടിടത്തിലാണ് റീസണിനടുത്താണ് ഈ ബാലവാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത് കാട് പിടിച്ചു മൂടിയ നിലയിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ 12ഓളം കുട്ടികൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് 2ഓ 3ഓ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെ മാതാപിതാക്കൾ വിടാൻ തയ്യാറല്ല ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ബാലവാടി കുറുവാക്കയത്ത് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. പഴയ ബാലവാടിക്ക് അവിടെ സ്ഥല സൗകര്യം കുറവുള്ള കാലം അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയാണ് ഈ 10 സെൻറ്റ് സ്ഥലം മേടിച്ചു കൊടുത്തത്. അപ്പം എത്രയും പെട്ടെന്ന് ബാലവാടി പണിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ സ്ഥലം വ്യക്തി മേടിച്ചു കൊടുത്തത്. ഇപ്പം നിലവിൽ 2.5 വർഷക്കാലമായി ഈ ബാലവാടി നിലവിൽ പണിതിട്ടുമില്ല, അതിനുള്ള ഫണ്ടും സ്വരൂപിച്ചിട്ടില്ല. അപ്പം നിലവിൽ ഇവിടെ ഈ ഉറവച്ചാലും ഈ കാടും മൂടിയെടുത്ത് ഇടജന്തുക്കളും പാമ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ മലയിൽ നിന്നുള്ള എല്ലാ ഇടജന്തുക്കളും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു കുളമാണ്, അത് കാട് കയറി കിടക്കുവാണ്. അതിനകത്ത് കുടിവെള്ളമാണ്, പൂമാല, മേത്തൊട്ടി, പന്നിമറ്റ ഏരിയയിലേക്കുള്ള കുടിവെള്ളം എടുക്കുന്ന ഒരു കുളവും കൂടിയാണ് നിലവിൽ. അപ്പം നിലവിൽ ഇതിനകത്ത് ബ്ലോക്കിൻ്റെ കെട്ടിടമാണ്. ബ്ലോക്കിൻ്റെ കെട്ടിടത്തിൽ 2 ഒരു ബാമ്പുവിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം തന്നെ ഡീസലിൻ്റെ ഒരു ഉൽപ്പാദനം കൂടെ ഇവിടെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ ബോർഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ബാലവാടിയും കൂടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം കുട്ടികളെ മാതാപിതാക്കൾക്ക് വിടാൻ ബുദ്ധിമുട്ടുള്ള കാരണം അടുത്തുള്ള ബാലവാടിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കുമെന്ന് പഞ്ചായത്തിൽ നിന്നും പറയുന്നതല്ലാതെ പണിയൊന്നും ആയില്ല എന്ന് ജീവനക്കാർ പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ പണിയൊന്നും ആയിട്ടില്ല, ഒന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പം പെട്ടെന്ന് ആകുമെന്നൊക്കെ പറയുന്നുണ്ട്. സ്മാർട്ട് അംഗൻവാടി പണിയാനായിട്ടാണ് സ്വകാര്യ വ്യക്തി ഒരു 10 സെൻറ്റ് സ്ഥലം തന്നായിരുന്നു. 2 വർഷമായിട്ട് ഇതുവരെ പണികളൊന്നും ആയിട്ടില്ല. എല്ലാം നടക്കും എന്നാണ് അവർ പറയണത്. അവരോട് ചോദിക്കുമ്പോൾ ബോർഡിന് ആകുമെന്ന് അവർ പറയുന്നത്. നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഈ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യം ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു, അവിടെ 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അത് അവിടെ
പണിയാൻ പരിമിതി ഇതായതുകൊണ്ട് നമുക്ക് ഒരു സ്വകാര്യ വ്യക്തി മേടിച്ചു തന്നത്. കുട്ടികളുടെ സുരക്ഷിതത്വം പരിഗണിച്ച് സ്വകാര്യ വ്യക്തി വാങ്ങിയ വെള്ളിയാമറ്റം പഞ്ചായത്തിന് നൽകിയ പുതിയ സ്ഥലത്ത് അംഗൻവാടി നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ വെള്ളിയാമറ്റം പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും സുമനസ്സുകളുടെ സഹായം വാങ്ങി നിരുത്തരവാദിത്വപരമായ സമീപനം സ്വീകരിക്കുന്നത് ഭൂഷണമല്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കഴിഞ്ഞ ദിവസം മൂലമറ്റത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ച അതുൽ ബൈജുവിന് നാടിന്റെ യാത്രാമൊഴി. മന്ത്രി റോഷി അഗസ്റ്റിൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിങ്കളാഴ്ച ത്രിവേണി സംഗമത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അതുലും സുഹൃത്ത് നിതീഷ് രാജും ഒഴുക്കിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് നിതീഷിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നും സ്കൂബ ടീം എത്തിയെങ്കിലും അതുലിനെ രക്ഷപ്പെടുത്താനായില്ല. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടത്തി. പിതാവ് ബൈജു, മാതാവ് ബിന്ദു, സഹോദരങ്ങൾ അമൽ, അർച്ചന. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കനത്ത നാശം. മൈലക്കൊമ്പിൽ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മരം ഒടിഞ്ഞു വീണത്. വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ വീട്ടിലേക്ക് മരം ഒടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ മൈലക്കൊമ്പിലാണ് വീട് തകർന്നത്. വൃദ്ധ ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. മേൽക്കൂര തകർന്നു വീണതോടെ ദമ്പതികൾക്ക് സാരമായി പരിക്കേറ്റുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അവർക്ക് ഓട് തലയിൽ വീണ് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരിപ്പം തൊടുപുഴ സെൻറ് മേരീസ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. വീടിൻ്റെ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് പൂർണ്ണമായി വീട് നശിച്ചതാണ്. ഇവിടെ പരിസരവാസികളും ജനപ്രതിനിധികളും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും അവരുടെ ജീവൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഇത് വീട് പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് അടിയന്തരമായി ധനസഹായം സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർക്ക് ഞങ്ങൾ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുന്നതാണ്. തഹസിൽദാരെയും ജില്ലാ കളക്ടറെയും ഞങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നും ആവശ്യമെങ്കിൽ നാട്ടുകാരും സഹായിക്കുവാൻ തയ്യാറാണെന്നും പ്രദേശവാസി പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുപ്പാട് ജോർജ് എന്ന ആളുടെ വീട്ടിലേക്ക് ഒരു ആഞ്ഞിലിമരം വീഴുകയും വീട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. ജോർജിനും ജോർജിൻ്റെ ഭാര്യയ്ക്കും പരിക്കേറ്റ് സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മക്കളില്ല. എൻ്റെ 75 വയസ്സ് ഉള്ള 2 വയോധികരായ ദമ്പതികളാണ് ഇവർ രണ്ടുപേരും. നാട്ടുകാർ സഹായം കൊണ്ടാണ് ഇതുവരെയും ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എത്രയും നേരത്തെ വില്ലേജും പഞ്ചായത്തും കളക്ടറൊക്കെ ഇടപെട്ട് ജോർജിൻ്റെ ഭാര്യ കുഞ്ഞമ്മയ്ക്കും ഒരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായം ഉണ്ടാക്കിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ലൈഫ് പദ്ധതി ആയാലും ഏത് പദ്ധതി പ്രകാരം കൂടി ഫണ്ട് അനുവദിച്ചാൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി വീട് പൂർത്തീകരിക്കുവാൻ നാട്ടുകാർ സന്നദ്ധമാണ്. അതിൻ്റെ ആവശ്യമായ ഇടപെടൽ വേണ്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന്
20 വർഷത്തെ കുടിശ്ശികയാണ്. ന്യൂസ് ബ്യൂറോ, വിജയൻ, കുമാരമംഗലം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കരുതൽ തടങ്കലിൽ. തൊടുപുഴയിൽ പോലീസ് അസോസിയേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാനു ഷാഹുൽ, തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എബി മുണ്ടയ്ക്കൻ എന്നിവരെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വണ്ണപ്പുറം, അമ്പലപ്പടി, കാളിയാർ പോലീസ് സ്റ്റേഷന്റെ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞുചാടി വൈദ്യുതി നിലച്ചു. തുടർന്ന് SDPI വണ്ണപ്പുറം വോളണ്ടിയർ ടീം ഒടിഞ്ഞുചാടിയ മരങ്ങൾ മുഴുവൻ നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി KSCBയെ സഹായിക്കുകയും ചെയ്തു. SDPI വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നിസാം PA, തൊടുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജഹാൻ PK, കാളിയാർ ബ്രാഞ്ച് പ്രസിഡന്റ് റഫീഖ് H, വണ്ണപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സിവിൽ സർവീസ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാനൊരുങ്ങി KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന KMG സഹവർത്തിത പഠന കേന്ദ്രം. അന്താരാഷ്ട്ര സിവിൽ സർവീസ് ദിനമായ ജൂൺ 23 മുതൽ സൗജന്യ പരിശീലന ക്ലാസുകൾക്ക് തുടക്കമാകും. IG K സേതുരാമയ്യർ IPS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തോട്ടം മേഖലയുടെ അഭിമാനമായ അർജുൻ പാണ്ഡ്യൻ IAS ഓൺലൈനിലൂടെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സിവിൽ സർവീസ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാനൊരുങ്ങി KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന KMG സഹവർത്തിത പഠന കേന്ദ്രം. തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ നിരവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ സേവനങ്ങൾ എത്തിക്കുവാൻ കൈത്താങ്ങായ സ്ഥാപനമാണ് M ഗണേശൻ ചെയർമാനായിട്ടുള്ള KMG ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന KMG സഹവർത്തിത പഠന കേന്ദ്രം. ഇത്തവണ തോട്ടം മേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികളുടെ IAS, IPS, IFS എന്നീ സിവിൽ സർവീസ് മോഹങ്ങൾക്ക് ചിറക് നൽകുവാനാണ് KMGയുടെ തീരുമാനം. 1000-ലധികം ഉദ്യോഗാർത്ഥികളെ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ എത്തിച്ച KMGയുടെ ലക്ഷ്യം തോട്ടം മേഖലയിൽ നിന്നും 10 വർഷത്തിനുള്ളിൽ 10 പേരെങ്കിലും സിവിൽ സർവീസിൽ എത്തിക്കുക എന്നതാണ്. ഇതിനായി 6ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന 50 കുട്ടികളെ സെലക്ഷൻ ട്രയലിലൂടെ തിരഞ്ഞെടുത്തു. ഇവർക്കായി ജൂൺ 23 മുതൽ സൗജന്യ പരിശീലനം ആരംഭിക്കുമെന്ന് KMG ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M ഗണേശൻ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 25 വർഷക്കാലമായി നമ്മുടെ തോട്ടം മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന KMG ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 1000-ഓളം ഉദ്യോഗാർത്ഥികളെ വിവിധ സർക്കാർ സർവീസിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ച് തോട്ടം മേഖലയിലെ കുട്ടികൾക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഒരു സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുകയാണ്. 6ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് തുടക്കം മുതൽ ഒരു ബേസിക് ക്ലാസുകൾ നൽകിക്കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ എന്ന കടമ്പ കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിലേക്ക് വേണ്ടി ഒരു സെലക്ഷൻ ട്രയലാണ് ഇന്ന് നടന്നത്. 75ഓളം കുട്ടികൾ പങ്കെടുത്തു. അതിൽ നിന്നും മിടുക്കരായ 50 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂൺ 23-ാം തീയതി അന്താരാഷ്ട്ര സിവിൽ സർവീസ് ദിനമാണ്. അന്നേ ദിവസം വൈകുന്നേരം 8 മണിക്ക് ഓൺലൈനായി ഈ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ബഹുമാനീയനായ നമ്മുടെ നാട്ടുകാരനായ സേതുരാമൻ IPS അവർ നിർവഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഇപ്പോൾ നിലവിലെ തൃശൂർ ജില്ലാ കളക്ടറായ ബഹുമാനപ്പെട്ട നമ്മുടെ അർജുൻ പാണ്ഡ്യൻ IAS അവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൂടെ നൽകും. തുടക്കം മുതലേ നമുക്കൊരു ചിട്ടയായിട്ടുള്ള ഒരു പരിശീലനം നൽകിയാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്കും സിവിൽ സർവീസ് എന്ന കടമ്പ കടക്കാൻ സാധിക്കും. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. 23-ന് നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം KMG ചാരിറ്റബിൾ ട്രസ്റ്റ് മാർഗദർശിയായ IG K സേതുരാമൻ IPS ഉദ്ഘാടനം ചെയ്യും.
തോട്ടം മേഖലയുടെ അഭിമാനമായ ഇപ്പോൾ തൃശൂർ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന അർജുൻ പാണ്ഡ്യൻ IAS ഓൺലൈനിലൂടെ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രസ്തുത സംരംഭത്തിന് തോട്ടം മേഖലയിലെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്നും KMG ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. BBC ന്യൂസ് വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കനത്ത മഴയിൽ അടിമാലിയിൽ വൻ നാശനഷ്ടം. വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ കോളേജ് കുന്നിന് സമീപം നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. ഉപ്പുതറ കാക്കത്തോട്ടിൽ തൂക്കുകമ്പവേലി ചാർജ് ചെയ്തത് പ്രഹസനമാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തി. മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ് എഴുതിയ മുല്ലപ്പെരിയാർ ഡാം 999+999 എന്ന പുസ്തകം PG ജോസഫ് MLA പ്രകാശനം ചെയ്തു. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുറുവാക്കയം അംഗൻവാടി എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.